ചെറുതും വലുതുമായ യാത്രകൾ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ്. പ്രമേഹ രോഗിയെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെക്കാൾ കൂടുതൽ കരുതലും ശ്രദ്ധയും തയ്യാറെടുപ്പും ആവശ്യമായിട്ടുള്ള ഒരു സന്ദർഭമാണിത്. അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. പ്രമേഹ രോഗികൾ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഒന്ന്, അവർ കഴിക്കുന്ന മരുന്നിലും, രണ്ട്, ഭക്ഷണത്തിലും. മരുന്നിൻ്റെ കാര്യത്തിൽ സാധാരണ കഴിക്കുന്ന മരുന്നുകളെല്ലാം അവർ കരുതിയിരിക്കണം. മരുന്നിൻ്റെ അളവ് അല്പം കൂടുതൽ അളവിൽ മരുന്ന് കരുതിയിരുന്നാലും ഏറ്റവും നല്ലതാണ്. ഇൻസുലിൻ്റെ കാര്യത്തിലാണ് പ്രത്യേകമായിട്ടൊരു കരുതൽ വേണ്ടത്. അതായത് സാധാരണ കുത്തിവെക്കുന്ന ഇൻസുലിൻ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കുത്തിവെക്കാനൊക്കെ അല്പം ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഇൻസുലിൻ പെൻ ഉപയോഗിക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പം നിങ്ങൾ ഡോക്ടറെ കണ്ട് നിങ്ങൾ കുത്തുന്ന ഇൻസുലിൻ പെന്നാക്കി മാറ്റിത്തരാൻ പറ്റുമോ എന്ന് ചോദിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. പിന്നെ ഭക്ഷണത്തെ സംബന്ധിച്ച് വളരെയധികം കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ മരുന്ന് കൃത്യസമയത്ത് കഴിക്കണം എന്നതിൽ യാതൊരു സംശയവുമില്ല. ഭക്ഷണവും നമ്മൾ കൃത്യസമയത്ത് തന്നെ കഴിക്കണം. കഴിച്ചില്ലെങ്കിൽ അത് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും. ഏറ്റവും പ്രധാനം, നമ്മൾ കൃത്യസമയത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അത് രക്തത്തിലെ പഞ്ചസാര കുറഞ്ഞു പോകുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടുചെന്നെത്തിക്കാം. രക്തത്തിലെ പഞ്ചസാര 70 മില്ലിഗ്രാമിൽ കൂടുതൽ കുറയുകയാണെങ്കിൽ അതിനെ ഹൈപ്പോഗ്ലൈസീമിയ എന്നാണ് ഡോക്ടർമാർ വിളിക്കുന്നത്. അത് വളരെ ഗൗരവമായ ഒരു മെഡിക്കൽ കണ്ടീഷനാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ബോധക്കേട് വരെ ഉണ്ടാകാം. ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാകുന്നുണ്ടോ എന്നറിയാൻ ചില ലക്ഷണങ്ങളുണ്ട്. അതിനെപ്പറ്റിയൊക്കെ മിക്ക പ്രമേഹ രോഗികൾക്കും ഇന്നറിയാം. അവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് ക്ഷീണം വരുന്നു, അവരെ പെട്ടെന്ന് വിയർക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് തലകറക്കം വരുന്നു, കാഴ്ചയ്ക്ക് പ്രശ്നം ഉണ്ടാകുന്നു. ഇങ്ങനെ പല ലക്ഷണങ്ങളോടെയാണ് ഹൈപ്പോഗ്ലൈസീമിയ പലരിലും പ്രത്യക്ഷപ്പെടുന്നത്. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നതിനെപ്പറ്റിയും ഒരു കരുതൽ പ്രമേഹ രോഗികൾ എടുത്തിരിക്കണം. അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ അവർ പെട്ടെന്ന് ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്ത കാർബോഹൈഡ്രേറ്റ് അവർ കഴിക്കണം. എങ്കിലേ രക്തത്തിലെ പഞ്ചസാര പെട്ടെന്ന് ഉയരുകയുള്ളൂ. ഉദാഹരണമായിട്ട് ഗ്ലൂക്കോസ് പൗഡർ കരുതുക, അല്ലെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ ബിസ്ക്കറ്റ് ലഭ്യമാണ്, അല്ലെങ്കിൽ നമുക്ക് ഫ്രൂട്ട് ജ്യൂസ് കിട്ടുമെങ്കിൽ അത് കുടിച്ചാൽ മതി. ഇല്ലെങ്കിൽ ഒരു ടീസ്പൂൺ നമ്മൾ സാധാരണ പഞ്ചസാര ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ ഹണി വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ ഇവയിൽ ഏതെങ്കിലും നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാര പെട്ടെന്ന് ഉയരാൻ സാധ്യതയുണ്ട്. അതിനെ 15-15-15 റൂൾ എന്നാണ് ഡോക്ടർമാർ വിളിക്കുന്നത്. അതായത് 15 ഗ്രാം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഭക്ഷണ പദാർത്ഥത്തിൽ ഏതെങ്കിലും ഒന്ന് കഴിക്കുക. 15 മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. 15 മിനിറ്റ് കഴിയുമ്പോൾ രക്തത്തിലെ പഞ്ചസാര പിന്നീട് വീണ്ടും ഒന്നുകൂടി നോക്കുക. അന്നേരവും അത് 70 മില്ലിഗ്രാമിൽ താഴെയാണെങ്കിൽ വീണ്ടും ഇത് നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. അതായത് വീണ്ടും 15 ഗ്രാം ഫാസ്റ്റ് ആക്ടിങ് കാർബോഹൈഡ്രേറ്റ് നിങ്ങൾ കഴിക്കുക. അങ്ങനെ രക്തത്തിലെ പഞ്ചസാര കൂടി വരുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടുചെന്നെത്തിക്കാൻ സാധിക്കും. അത് കഴിഞ്ഞ് നിങ്ങൾ രക്തത്തിലെ പഞ്ചസാര കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ലോങ് ആക്ടിങ് കാർബോഹൈഡ്രേറ്റ് എന്തെങ്കിലും കഴിക്കണം. അതായത് ആ രക്തത്തിലെ പഞ്ചസാരയുടെ നിലവാരം അതേപടി നിലനിർത്തുവാനാണ്. നിങ്ങൾ അടുത്ത ഭക്ഷണം കഴിക്കുന്നതിനും വരെയെങ്കിലും നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാര ആ ഉയർന്ന നിലയിൽ തന്നെ നിൽക്കണം. അത് ഉദാഹരണമായിട്ട് നട്ട്സ് ഒരു 5-8 എണ്ണം കഴിച്ചു കഴിഞ്ഞാലും അത് ഒരു ലോങ് ആക്ടിങ് കാർബോഹൈഡ്രേറ്റ് ആണ്. ഇനി നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാര 54-ൽ താഴെ വരുവാണെങ്കിൽ നിങ്ങൾ 30 ഗ്രാം ഫാസ്റ്റ് ആക്ടിങ് കാർബോഹൈഡ്രേറ്റ് കഴിക്കണം. ഇനി ഭക്ഷണം സമയത്ത് കഴിച്ചില്ലെങ്കിൽ മറ്റു ചില പ്രശ്നം ഉണ്ടാകാം. അതായത് ഭക്ഷണം നിങ്ങൾ സമയത്ത് കഴിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വിശപ്പുണ്ടാകാം. കൂടുതൽ വിശപ്പുണ്ടാകുമ്പോൾ നമ്മൾ കൂടുതൽ ആഹാരം കഴിക്കും. കൂടുതൽ ആഹാരം കഴിക്കുമ്പോൾ കൂടുതൽ കാലറി ശരീരത്തിലെത്തും. അപ്പോൾ അത് നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാര കൂടുതൽ ഉയരുവാൻ സാധ്യതയുണ്ട്. രക്തത്തിലെ പഞ്ചസാര കൂടിപ്പോകുന്നതും പ്രമേഹ രോഗ നിയന്ത്രണത്തെ ബാധിക്കുന്ന ഘടകമാണ്. പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളൊരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾ പോർഷൻ സൈസ് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ പുറത്തുനിന്നാണ് ആഹാരമൊക്കെ കഴിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ അത് നല്ല രുചിയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളായിരിക്കാം. അപ്പോൾ നിങ്ങൾ അമിതമായിട്ട് ആഹാരം കഴിച്ചെന്നിരിക്കും. അത് നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയെ വീണ്ടും ഉയർത്തുന്നതിന് കാരണമാകും. അപ്പോൾ എപ്പോഴും ആ പോർഷൻ സൈസ് അല്ലെ മോഡറേറ്റ് ആയിട്ട് ആഹാരം കഴിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ദാഹിക്കുമ്പോൾ വെള്ളം തന്നെ കുടിക്കുന്നതാണ് തീർച്ചയായിട്ടും നല്ലത്. വെള്ളത്തിന് പകരമായിട്ട് നമ്മൾ ഫ്രൂട്ട് ജ്യൂസോ അല്ലെ കോള പോലെയുള്ള കൂൾ ഡ്രിങ്ക്സോ കഴിക്കുന്നത് നല്ലതല്ല. അതിനകത്തെല്ലാം ഷുഗറുണ്ട്. അപ്പോൾ നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാര കൂടുതൽ ഉയരാൻ കാരണമാകും. നിങ്ങൾ കോഫി കൂടുതൽ കഴിച്ചാലും നിങ്ങൾക്ക് ചിലപ്പോൾ ഡീഹൈഡ്രേഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുണ്ട്. ഇനി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ചില പ്രിപ്പറേഷൻ നേരത്തെ തന്നെ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. യാത്ര ചെയ്യുന്നതിന് മുമ്പ് തന്നെ അത് തയ്യാറെടുപ്പുകൾ വേണം. ആദ്യമായിട്ട് തന്നെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറെ കണ്ട് നിങ്ങൾക്ക് യാത്ര ചെയ്യുവാനുള്ള ഡയബറ്റിക് കൺട്രോൾ ഉണ്ടോ എന്ന് വ്യക്തമായിട്ട് പരിശോധിച്ചറിയണം. രണ്ടാമതായിട്ട് നിങ്ങൾ ഡോക്ടറുടെ ഒരു സർട്ടിഫിക്കറ്റും ഡോക്ടറുടെ ഒരു പ്രിസ്ക്രിപ്ഷനും നിങ്ങളുടെ കയ്യിൽ കരുതിയിരിക്കണം.
അതും വളരെ പ്രധാനപ്പെട്ടതാണ്. മൂന്നാമതായിട്ട് നിങ്ങളുടെ ഈ മരുന്നും അതുപോലെ തന്നെ ഇൻസുലിനും നിങ്ങളുടെ കയ്യിൽ വെക്കുന്ന ബാഗിൽ വേണം കരുതാൻ. നിങ്ങളൊരു ലോങ് ട്രിപ്പ് പോവുകയാണ്, അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ പോവുകയാണ്, ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ്, അങ്ങനെയുള്ള സന്ദർഭത്തിൽ നിങ്ങളുടെ ഈ മരുന്ന് അല്ലെങ്കിൽ ഇൻസുലിൻ ലഗേജിൽ വെക്കുകയാണെങ്കിൽ അവിടെയും രണ്ട് പ്രശ്നങ്ങളുണ്ടാവും. ഒന്ന്, ഈ ലഗേജ് വേറെ കമ്പാർട്ട്മെൻറ്റിലോ വേറെ രീതിയിലോ ആയിരിക്കും സ്ഥലത്ത് എത്തിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചറൊക്കെ വളരെ ചിലപ്പം കൂടിയെന്നിരിക്കും. അപ്പോൾ ഇൻസുലിൻ അതിനകത്ത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഇൻസുലിൻ്റെ പ്രവർത്തനക്ഷമത നശിക്കാൻ അത് കാരണമാകും. രണ്ടാമതായിട്ട്, നിങ്ങൾക്ക് പോകുന്ന വഴിയിൽ ഈ ഇൻസുലിൻ എടുക്കാനോ അല്ലെങ്കിൽ ഗുളിക കഴിക്കാനോ സാധ്യമല്ലാതായിട്ട് വരും. അത് നിങ്ങളുടെ ലഗേജ് ബാഗിലാണെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്ക് അത് എടുക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലും പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഓൺ ദ വേ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതായത് നിങ്ങളൊരു ലോങ് ഫ്ലൈറ്റിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ, അതായത് 8 മണിക്കൂർ അല്ലെ 10 മണിക്കൂറൊക്കെ ഒരേ ഇരിപ്പ് ഇരുന്ന് യാത്ര ചെയ്യേണ്ട സന്ദർഭമാണെങ്കിൽ തന്നെയും നിങ്ങൾക്ക് ഒരല്പം ആക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് 1-2 മണിക്കൂർ കഴിയുമ്പോഴെങ്കിലും നിങ്ങൾ ഒന്ന് എഴുന്നേറ്റ് അതിൽ അല്പം ഒന്ന് നടക്കുന്നത് വളരെ നല്ലതാണ്. രണ്ടാമതായിട്ട്, ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെറിയ മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റും. സോളിയസ് പുഷപ്പ് എന്ന് പറഞ്ഞൊരു എക്സർസൈസ് ഉണ്ട്. അതിനെപ്പറ്റി ഒരു വീഡിയോ എൻ്റെ ചാനലിലുണ്ട്. കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കാണുക. അത് ഇരുന്നുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്നതാണ്. കാല് നിലത്ത് ഉറപ്പിച്ച് കഴിഞ്ഞ് നമ്മുടെ ഉപ്പൂറ്റി പൊക്കുകയും താക്കുകയും ചെയ്യുന്ന ഒരു എക്സർസൈസാണത്. അത് വളരെ ലളിതമാണ്. അപ്പോൾ അത് നിങ്ങൾ ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോഴും അല്ലെങ്കിൽ ട്രെയിനിൽ ഇരിക്കുമ്പോഴും ഒക്കെ ചെയ്യാവുന്നതാണ്. അത് നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയെ കുറയ്ക്കാൻ വളരെയധികം സഹായിക്കുന്ന ഒരു എക്സർസൈസാണ് അല്ലെങ്കിൽ തന്നെ. പിന്നെ എക്സർസൈസ് നമ്മൾ സ്ഥലത്ത് റീച്ച് ചെയ്ത് കഴിഞ്ഞാലും എക്സർസൈസ് തീരെ നിങ്ങൾ ഫൊർഗെറ്റ് ചെയ്യരുത്. വി ഷുഡ് നോട്ട് ടോട്ടലി ഫൊർഗെറ്റ് എക്സർസൈസ്. എവിടെയെങ്കിലും നടക്കാൻ സൗകര്യം കിട്ടുമെങ്കിൽ നിങ്ങൾ നടക്കണം. ഇപ്പം ഓൺ ദ വേ ആണെങ്കിൽ തന്നെ നിങ്ങളൊരു കാറിൽ സഞ്ചരിക്കുന്നു അല്ലെങ്കിൽ ബസ്സിൽ സഞ്ചരിക്കുന്നു, ആ ബസ് പെട്രോൾ അടിക്കാൻ നിർത്തുന്നു. ആ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് അല്പം ഒന്ന് പമ്പിൻ്റെ അവിടെ തന്നെ ഒന്ന് ഇറങ്ങുന്നതിനും ഒരല്പം നടക്കുന്നതിനോ തിരിച്ചു കയറുന്നതിനോ ഒക്കെ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് ശരീരത്തിന് വളരെ അത്യാവശ്യമാണ്. 1-2 മണിക്കൂറിൽ കൂടുതൽ ഒരേ ഇരിപ്പ് ഇരിക്കരുത്. അത് രക്തം കട്ട പിടിക്കുന്ന പ്രക്രിയ കൂടുതലാകും. നിങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ ചെന്നു നിങ്ങളൊരു ലോഡ്ജിലോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിലോ താമസിക്കുന്നു, അവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഒന്നെങ്കിൽ ചെറിയ എക്സർസൈസ് മുറിയിൽ വെച്ച് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ അതിന് വരാന്തയിൽ ചെയ്യാം, അല്ലെങ്കിൽ മിറ്റം ഉണ്ടെങ്കിൽ അതിലെ കൂടി അല്പം നടക്കാം. അങ്ങനെ എങ്ങനെയാണെങ്കിലും നിങ്ങൾ ഒരു അല്പസമയം വ്യായാമം ചെയ്യാൻ സമയം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ വ്യായാമം ചെയ്യണം. അപ്പോൾ പ്രമേഹ രോഗികൾ യാത്ര ചെയ്യുമ്പോൾ ഏതെല്ലാം കാര്യങ്ങളിലാണ് കൂടുതൽ കരുതലും ശ്രദ്ധയും തയ്യാറെടുപ്പും വേണ്ടതിനെ പറ്റി ഒരു ചെറിയ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ പ്രയോജനപ്പെട്ട ഈ വിവരങ്ങൾ നിങ്ങൾ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടാൻ വേണ്ടി ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.